വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ക്ഷീരകർഷകർ നിലമ്പൂർ മിൽമയ്ക്ക് മുൻപിൽ പാലൊഴുക്കി പ്രതിഷേധം നടത്തി. ക്ഷീരകർഷക സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമായ കാര്യങ്ങൾ, ഒരു കല്യാണമാവട്ടെ, ഒരു ആഘോഷമാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു ചടങ്ങാവട്ടെ, അതിൽ പോലും സമാധാനത്തോടു കൂടി ഒരു പൂർണ്ണ മനസ്സോടുകൂടി പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം എൻ്റെ കാലിയുടെ കാര്യം എന്തായി, അതിൻ്റെ കറവയുടെ സമയമായി, അതിനെ തൊഴുത്ത് വൃത്തിയാക്കേണ്ട സമയമായി, ചാണകം നീക്കേണ്ട സമയമായി, പശുവിന് മാറ്റിക്കെട്ടേണ്ട സമയമായി. ഈ നിലയ്ക്കുള്ള ആവലാദികളും വേവലാദികളും വ്യാകുലകരുമായി കഴിയുന്നവരാണ് നമ്മൾ ഈ കർഷകരിൽ അധികം പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുപരിപാലനം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം എന്ന് പറയാൻ അധികം സമയം ഉണ്ടാവില്ല. ഈ പാലളം നിർത്താൻ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം, ചിലവരത് ലോക്കൽ സെയിൽ നടത്തും. ഈ തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ തൊഴിൽധാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്കുണ്ട്. അപ്പൊ അത് കഴിഞ്ഞല്ലേ നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പിന്നെ ഈ പരിശുദ്ധമായ ഈ വിശുദ്ധ മാസത്തിൽ പോലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു സമയമാണ്. എല്ലാവരും വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പോലും നാനാവിഭാഗം ജനങ്ങളും ഈ തൊഴിലിൽ ഏർപ്പെട്ട മുഴുവൻ കർഷകരായ ആളുകളും ഈ അത്യുഷ്ണത്തെ പോലും അവഗണിച്ചുകൊണ്ട്, തീ തുപ്പുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് ഈ മെൽമയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്നത് അത്രയും പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇതങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ പശുവിനെയും കിടാവിനെയും പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ കഴിയുമോ? നമ്മുടെ തൊഴുത്തങ്ങ് അടച്ചുപൂട്ടി ഒരുപാട് നിർത്താനെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള വായ്പകളും തിരിമറികളും കൈവായ്പകളും സ്വീകരിച്ചാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പാൽ വില ലിറ്ററിന് 60 രൂപയായി വർദ്ധിപ്പിക്കുക, കാലിത്തീറ്റയ്ക്ക് വർഷം മുഴുവൻ സബ്സിഡി അനുവദിക്കുക, നിർത്തലാക്കിയ കന്നുകുട്ടി പരിപാലന പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിഷേധത്തിൽ ഉന്നയിച്ചത്. കറവ പശുക്കളുടെ ഇൻഷുറൻസ് ചിലവ് പൂർണ്ണമായും യൂണിയനുകൾ വഹിക്കണമെന്നും മിൽമയിലെ ധൂർത്തും അമിത ചിലവുകളും അവസാനിപ്പിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പാലിന്റെ ലിറ്റർ വില 60 രൂപയാക്കി ഉയർത്തുക, സംഘങ്ങളുടെ ഷെയർ ഡിവിഡന്റ് ഉടൻ നൽകുക, കന്നുകാലികൾക്ക് സൗജന്യ ചികിത്സാ സഹായം ഉറപ്പാക്കുക, കാലിത്തീറ്റ സബ്സിഡി മുടക്കം കൂടാതെ ലഭ്യമാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ആമയൂർ സംഘം പ്രതിനിധി സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോജ്, വിനോദ്, പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.